പാട്ടും ഓണവിശേഷങ്ങളുമായി ഇനി നമുക്കൊപ്പം ചേരുന്നത് പ്രിയപ്പെട്ട ഗായകൻ ബിജു നാരായണനാണ്. തിരുവോണ ദിവസം നിതിൻ അംബുജൻ ബിജു നാരായണനൊപ്പം. ഏവർക്കും തിരുവോണാശംസകൾ. കഴിഞ്ഞ 30 വർഷത്തിലധികമായി മലയാള ഗാന സിനിമാ രംഗത്ത് മലയാളത്തിൻ്റെ നിറസാന്നിധ്യമായ ഗായകൻ ബിജു നാരായണനാണ് ഇക്കുറി തിരുവോണ ദിവസം 24-നൊപ്പം ചേരുന്നത്. ബിജുവേട്ട, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ബിജുവേട്ട, എങ്ങനെയുണ്ട് ഇക്കുറിയത്തെ ഓണം? ഇപ്രാവശ്യത്തെ ഓണത്തിൻ്റെ ഒരു സന്തോഷം തരുന്ന കാര്യം എന്തായാലും ഇത്തവണ തിരുവോണത്തിൻ്റെ ഇന്ന് വീട്ടിലുണ്ട് എന്നുള്ളതാണ്. എൻ്റെ ഓണം ഓർമ്മകൾ എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടിക്കാലത്തെ ഓണത്തിൻ്റെ ഓർമ്മകൾ തന്നെയാണ്. ഈ 10 ദിവസത്തെ അത്തം മുതൽ തിരുവോണം വരെയുള്ള പൂക്കളിടലും അതേപോലെ തന്നെ പൂക്കൾ പറിക്കാൻ പോകലും അതൊക്കെ ഒരു നൊസ്റ്റാൾജിയ തന്നെയാണ്. പൊതുവെ ചേട്ടനെ പോലത്തെ ഗായകരെ ഈ ഓണക്കാലത്ത് നമുക്ക് കിട്ടാനുള്ളത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പൊതുവെ വിദേശ ഷോകളും അതോടൊപ്പം തന്നെ കേരളത്തിലെ മറ്റിടങ്ങളിലാകും ഉണ്ടാകാറ്. ഇക്കുറി ഓണത്തിന് നാട്ടിൽ തന്നെ വേണമെന്ന് തീരുമാനിച്ചതാണോ? തീരുമാനിച്ചതല്ല, ഇങ്ങനെ വന്നു പെട്ടു. കാരണം അതിനകത്ത് നമുക്ക് ഇവിടെ നമ്മുടെ വയനാട് സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഓണാഘോഷങ്ങളൊക്കെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കേരളത്തിൽ അങ്ങനെ ഓണത്തിൻ്റെ പ്രോഗ്രാം ഇല്ല. കഴിഞ്ഞ 2 വർഷം മുന്നേ മലയാളികളിൽ നിന്ന് ഏറ്റവും വലിയ ഓണസമ്മാനമാണ് ദേവദൂതർ പാടി എന്നുള്ള ഒരു പാട്ട്. അത് വലിയ ട്രെൻഡിങ് ആയി മാറി. അത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഒന്ന് പാടാം. ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈ ഒലീവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ. ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈ ഒലീവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ. പൊതുവെ ഈ ഓണക്കാലത്ത് ബിജുവിൻ്റെ ഓരോ ഓണ സമ്മാനമായിട്ട് മലയാളികൾക്ക് ഓരോ ഗാനം ഉണ്ടാകാറുണ്ട്. പക്ഷേ നമ്മുടെ ബിജുവിൻ്റെ മനസ്സിൽ ഏറ്റവും ആദ്യം ഓടിയെത്തുന്നൊരു ഓണപ്പാട്ട് ഏതാണ്? ഓണത്തിൻ്റെ മൂഡ് വരുന്നൊരു പാട്ട് പാടാം. ഓണപ്പാട്ടാണോ ഇതെന്ന് എനിക്കറിയില്ല. വെള്ളാരപ്പൂമല മേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ. കഴിഞ്ഞ വർഷങ്ങൾക്കൊക്കെ മലയാളികൾക്ക് നിരവധി ഓണസമ്മാനങ്ങൾ ബിജു നാരായണൻ എന്ന ഗായകൻ നൽകിയിട്ടുണ്ട്. ഇനിയുള്ള ഓണക്കാലത്തും മലയാളികൾക്ക് കൈനിറയെ ഓണസമ്മാനമായി അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ട്രെൻഡിങ് ആവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എന്തായാലും എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി തിരുവോണാശംസകൾ. ക്യാമറാമാൻ VS രാഹുലിനൊപ്പം നിതിൻ അംബുജൻ, 24.